പല സമ്മേളന റിപ്പോർട്ടുകൾ നമ്മൾ സുപ്രാത്തിലൂടെ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല ആളുകളും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ സമ്മേളനത്തിൽ എന്ത് ഇബ്രാഹിം ഹാജി വരാത്തത്, എന്തേ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കാതിരുന്നത്, നിർബന്ധിച്ച് അദ്ദേഹം വരില്ലായിരുന്നു? അതൊന്നും നിർബന്ധിക്കാത്തതൊന്നും കൊണ്ടൊന്നല്ല. അദ്ദേഹം പിന്നെ അങ്ങനെ നമ്മൾ നിർബന്ധിച്ചാലും വരുന്ന ഒരാളല്ല. മൂപ്പര് ഇപ്പൊ ചില ആളുകൾ അങ്ങനെയുള്ള അവര് ഈ പരസ്യമായിട്ട് ഫേസ് ചെയ്യാനും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. മൂപ്പര് ബിസിനസ്സും ഇതൊക്കെ ആയിട്ട് ഒതുങ്ങിക്കൊണ്ടിട്ടാണ്. മൂപ്പര് ഈ 2-3 മാസം മൂപ്പര കോളേജിനോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മൂപ്പര് ഇവിടെ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ പരിപാടി കാൽനാട്ടിൽ. അതിന് മൂപ്പര് അന്ന് വിളിച്ചപ്പോൾ മൂപ്പര് വരാൻ സന്നദ്ധനായില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ച് വിളിച്ചു കൊടുത്തതാണ്. അങ്ങനെ മൂപ്പര് നമ്മളെ സമ്മേളനത്തിന്റെ 1 ആഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പാണ് മൂപ്പർക്ക് അവിടെ ബിസിനസ്സുപരമായുള്ള വലിയ ലോകമാണല്ലോ. അപ്പൊ അവിടെ മൂപ്പര് ആവശ്യത്തിന് വേണ്ടി പോകേണ്ടി വന്നത്. പിന്നെ മൂപ്പർക്ക് ഇതിന് വരാൻ കഴിഞ്ഞില്ല. അത് മൂപ്പര് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സൗകര്യപ്പെട്ടാലേ വരുള്ളൂ. പിന്നെ മൂപ്പർക്ക് ഈ ആളുകളെ പോയി നമ്മളെ മൂപ്പർക്ക് ഒരു പേയ്മെന്റ് കൊടുക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചതാണല്ലോ. അത് ഞാൻ ആളുകളെ മുന്നിൽ നിന്ന് വാങ്ങേണ്ടൊന്നും മൂപ്പര് അത്ര താല്പര്യമില്ല ആ വിഷയത്തിൽ. അപ്പൊ അതാണ് ഏറ്റവും വലുത്. മൂപ്പര് പിന്നിൽ നിന്നുകൊണ്ട് എല്ലാം ചെയ്തു തരാന്നുള്ളത് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ, മൂപ്പര് ഒരു സ്വന്തം വ്യക്തിത്വ പിന്നെ ജനങ്ങളിൽ അറിയിക്കപ്പെടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരാളാവാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയല്ല ഇതൊന്നും ചെയ്തു തന്നിട്ടുള്ളതെന്ന്. അള്ളാഹുവിന്റെ വചനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടിട്ട് അതോടൊപ്പം ദീനിയായ ഒരു വലിയ സംഘടനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ ദീനിന്റെ പിന്നെ കാര്യങ്ങൾ ഇവിടെ നിലനിർത്തി പോരുന്ന അതിനിവിടെ സംരക്ഷിച്ചു പോരുന്ന സംഘടനയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് മൂപ്പര് ഇതിനെന്തായിട്ടുള്ളത് ചെയ്തു തന്നിട്ടുള്ളത്. റഷീദ്, ആ കാൽനാട്ടിൽ കർമ്മത്തിൽ തന്നെ ആള് പങ്കെടുത്ത് നാട്ടുകാർ പറഞ്ഞത് ആൾ എവിടെയും അപ്പൊ തങ്ങള് വിളിച്ചതുകൊണ്ട് തങ്ങളോടുള്ള ആ ബന്ധം കൊണ്ട് മാത്രമാണ് ആള് വന്നതെന്നുള്ളത്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് താങ്കൾ പറഞ്ഞ മതി. അല്ല, അത് അയാൾക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ഉള്ളോ. ഇത്ര വലിയ എല്ലാം മൂപ്പര് അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം. ഇതിന് മുമ്പ് മൂപ്പർക്ക് പറഞ്ഞൂടെ എനിക്ക് അതിൽ വലിയൊരു സ്ഥാനമാണെന്ന് മൂപ്പര് പറഞ്ഞു. ആളാൻ വരാത്തത് അയാളെ പറ്റി അയാൾ വലിയ മനുഷ്യനാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം കുറെ ഭൂമി സമസ്തക്ക് ദാനം തന്നു. എന്താണ് അത് മൂപ്പര് സമസ്തക്ക് ഇതല്ല, ഞാൻ അന്നോടൊന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് തരാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭൂമി വാങ്ങണയോ ആ ഭൂമിയിൽ ഇന്ത്യ സ്ഥാപനം ഉണ്ടാക്കുന്ന പണിയൊന്നും എനിക്കില്ല, എനിക്കതിനൊരു കഴിയൂലേനും. എനിക്കിങ്ങനെ എല്ലാവരും അടുക്കളയിൽ പോയി ഇരുന്ന് കാണുന്ന ഈ പിരിവ് വാങ്ങിക്കൊണ്ടിരുന്ന പരിപാടിക്കൊന്നും എനിക്ക് കഴിയൂല. അപ്പൊ എനിക്കതിനൊന്നും കഴിയൂല, ഞാൻ അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അവനോട് നിങ്ങൾ നിയന്ത്രണത്തിലായിക്കൊണ്ട് എന്തെങ്കിലും നടത്താൻ കഴിയുന്നു അത് വേണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾ